പുഷ്പ ഷഡ്ഡികൾ ഇനി എലാസ്റ്റിക് താഴത്തില്ല. പുഷ്പ 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 പുഷ്പ. ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പുഷ്പ 2 താഴത്തില്ലടാ ടു 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 റിവ്യൂലോട്ടാണ്. ഡയറക്ടർ സുകുമാർ. ഈ സുഗു എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാഗ്യത്തിന് ഈ കാന്താര 2 അടുത്ത വർഷമായിപ്പോയി. അല്ലെങ്കിൽ ഈ വർഷം വല്ലതും ആയിരുന്നെങ്കിൽ പുഷ്പ 2 ഇനി അടുത്ത വർഷം പ്രതീക്ഷിക്കത്തുള്ളൂ. അതിന് കാരണം എന്തുവെന്ന് ഞാൻ പറയാം. മ്യൂസിക് ദേവശ്രീ പ്രസാദും ബാക്ക്ഗ്രൗണ്ട് സാം CS. ഈ പുഷ്പ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇത് ഇട്ടേക്കാം. പുഷ്പ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പുഷ്പ 2 വരുവാണെങ്കിൽ ഞാൻ പറയാം, ഇതെനിക്കൊരു ആവറേജ് അനുഭവം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു പുഷ്പ 2 എന്ന് പറഞ്ഞാൽ എന്നാൽ അവർ കൊട്ടിക്കോശിച്ച് ഇറക്കിയതിൻ്റെ അത്രയൊന്നും ഈ പടം വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാസ് സീനുകളൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ മാസ് സീനുകൾ ഇപ്പം മ്യൂസിക്കിൻ്റെ സോങ് പാടുമ്പോൾ നമുക്കറിയായിരിക്കും ഇതിനകത്ത് കുറച്ച് ഈ ശ്രുതിയൊക്കെ ചേരുന്നില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് മാസ് സീൻ എഴുതി ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങോട്ട് ചേരുന്നില്ല, സീനുമായിട്ട് ഇങ്ങോട്ടൊരു ബന്ധം വരുന്നില്ല. തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ജപ്പാനി വെച്ച് അതിൻ്റെ തുടർച്ച പിന്നെ കാണിക്കുന്നില്ല. ഒന്നീ അത് സ്വപ്നം കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഒരു പാർട്ടിന് 3-ാം പാർട്ട് ഉണ്ടെന്ന് എല്ലാവരും ഒക്കെ അറിഞ്ഞു കാണുമല്ലോ, 3-ാം പാർട്ടിന് വേണ്ടി ഇട്ടേക്കുമായിരിക്കും. അപ്പോൾ ഇത് അതിനകത്തെ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം സ്വപ്നം ആണെങ്കിൽ കുഴപ്പമില്ല. സ്വപ്നം അല്ലെങ്കിൽ ഇപ്പം തുടക്കം പുള്ളി ഒരു കണ്ടെയ്നറിനകത്ത് ചന്ദനം കടത്തുവാണേ ജപ്പാനിലോട്ട്. അവിടെ വെച്ചൊരു ഫൈറ്റ് വെച്ചാണ് തുടങ്ങുന്നത്. ആ ജപ്പാനി വെച്ച് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയപ്പം, ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയപ്പം ജപ്പാൻ അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഈ ലാലേട്ടൻ്റെ ഒരു പടം ഉണ്ടല്ലോ ബ്രദർ എന്ന് പറഞ്ഞത്, അതിനകത്തെ ഒരു സൂപ്പർ പവർ കൊണ്ടാന്ന് തോന്നുന്നു പുള്ളി രാത്രിയിലൊക്കെ ഇരുന്ന് ജപ്പാൻ പഠിക്കുന്നതും അതിനകത്തൊരു ബുക്ക്, ആ ബുക്കിൻ്റെ പരസ്യമാണെന്ന് തോന്നിയിട്ട് അവസാനം കാണിക്കുന്നത് ഈ ജപ്പാൻ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആ കണ്ടെയ്നർ ഇരുട്ട് മൂടിയ ഒരു കണ്ടെയ്നറിനകത്ത് ഇരുന്ന് പുള്ളി ജപ്പാൻ പഠിച്ച്. അത് സ്വപ്നമാണെങ്കിൽ കുഴപ്പമില്ല. പടം അങ്ങോട്ട് തുടങ്ങുന്നത് അല്ലു, അതായത് പുഷ്പയുടെ ഒരു സ്വപ്നം, ഞാൻ പറഞ്ഞില്ലേ സ്വപ്നം കാണുന്ന രീതിയിൽ ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അതിനുശേഷം രാഷ്മികയൊക്കെ മന്ദാന, അത് ശ്രീവല്ലി ഫസ്റ്റിനകത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇതിനകത്തൊരു ശ്രീവല്ലി എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ രാഷ്മിക ഇതുപോലെ പ്രൊമോഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്പ 2-നകത്തൂടെ നാഷണൽ അവാർഡ് കിട്ടാനുള്ളത് ഉണ്ടെന്ന്. അങ്ങനെ കാണാൻ ചോദിച്ചു വന്നാൽ മടൽ വെട്ടി അടിക്കണം. അതായത് 3 എണ്ണത്തിന് അല്ലുവിൻ്റെയും അല്ലു അർജുൻ്റെയും രാഷ്മികയും സുഗുനും കൂടെ കൂട്ടിച്ചേർത്ത് മടൽ വെട്ടി അടിക്കാൻ തോന്നും ചില സീൻ കാണുമ്പോൾ. ഞാൻ പറയാൻ ബാക്കി. എന്തുവായാലും നാഷണൽ അവാർഡ് പ്രതീക്ഷിച്ച രാഷ്മികയ്ക്ക് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എൻ്റെ വക ഒരു നാഷണൽ അവാർഡ് രാഷ്മികയ്ക്ക് തരുന്നുണ്ട്. അതെ, ഇത് സ്വീകരിക്കണം രാഷ്മിക. ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഇവർ ഉദ്ദേശിക്കുന്ന അറിഞ്ഞില്ല. ചുമ്മാതെ കിടന്ന് ഓവർ ആക്ടിങ്ങിന് എന്തിനാണ് ഈ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത്? ശ്രീവല്ലി, അതായത് രാഷ്മിയുടെ കാര്യം പറയാവേ, ഇതേപോലെ എന്താ ഈ ഏപ്പടം കളിക്കുന്ന തിയേറ്ററിലെ വല്ല ഈ പടം ഇറക്കാനുള്ളതിന് തുടക്കം തൊട്ട് ഇത് വെച്ചാൽ ഇപ്പം ഇതുപോലെ കപ്പിൾസ് ആയിട്ട് ഒത്തിരി പേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നും പറഞ്ഞാൽ ഇതേപോലെ എന്താ പറഞ്ഞാലും ഫീലിങ് ഇതുപോലെ എന്താ ഉണ്ടല്ലോ. ഇപ്പം അല്ലു അർജുൻ ഇപ്പം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം ഫീലിംഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്തോ ഈ അല്ലു അർജുൻ, അതായത് പുഷ്പ എങ്ങോട്ടോട്ട് ഒരുങ്ങിപ്പാൻ നിൽക്കുവന്നേ. അപ്പോൾ ഒരുങ്ങിപ്പാൻ നിൽക്കുമ്പം അവിടെ കാര്യം പറയാൻ നിൽക്കുമ്പം അവിടെ ഫീലിംഗ് വരുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുക. അതേപോലെ ഫൂലൊക വെറുപ്പിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ രാഷ്മിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സീനാണെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതെന്തോന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വെച്ചുകൊണ്ട് ഉള്ളൊരു സീനുണ്ട്, ഇതുപോലെ കാലയിൽ മുറിയുന്നതും. അപ്പോൾ പുഷ്പ വന്നിങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, മഞ്ഞൾപ്പൊടി വാരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പം ആ ഒരു റൊമാൻറ്റിക് സീന് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഓവർ ആക്ടിങ്, ഒരു മടല് വെട്ടി അടിക്കാൻ തോന്നും രാഷ്മികയെ. പിന്നെ പുഷ്പയുടെ കുറച്ച് മാസീനൊക്കെ ഉണ്ട്. തുടക്കം പുഷ്പയുടെ കുറച്ച് ആൾക്കാരെ പോലീസ് പിടിക്കുന്നുണ്ട്, അതായത് ഷക്കാവത്തിൻ്റെ കാര്യം ഞാൻ പറയാം. പുള്ളി ചന്ദന കടത്തുന്ന അത് വെച്ച് പിടിക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ അതിനകത്തുള്ള ഒരുത്തൻ്റെ കല്യാണത്തിനകത്ത് അപ്പോഴേ നമുക്കറിയാം ഈ മാസ് പടങ്ങളിലെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന ശിങ്കിടികൾ പൊഴുത്തുന്ന കുറച്ച് സീനുണ്ട്. അതെന്തുമായാലും നടക്കുമെന്നറിയാം. അതിനുശേഷം ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പറയുമ്പോൾ പുഷ്പ വരത്തില്ല. അടുത്ത അപ്പോഴേ നമുക്ക് മനസ്സിലാവും പുഷ്പ വന്ന് ജയിലിൽ നിന്ന് ഇറക്കി കൊടുക്കുമെന്നും നമുക്ക് തന്നെ അറിയാം.
അപ്പോൾ അവിടെ ചെന്ന് ഒരു മാസ് സീൻ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് ചേർത്തത് എന്ന് ഒരു സീന് ആ കാണാൻ രസമുണ്ട്. പക്ഷേ അതങ്ങോട്ട് ആ സീനുമായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. കാരണം നമുക്കെല്ലാം മുൻകൂട്ടി അറിയാവുന്നതിലൂടെ ഇയാൾക്ക് കുറച്ച് മാസ് കാണിക്കണം, മാസ് കാണിക്കാൻ വേണ്ടി കുറച്ച് സീൻ അങ്ങോട്ട് എഴുതി കയറ്റി കൊടുക്കുന്നതിലൂടെ എനിക്ക് ചില സീൻ എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം എനിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സഹിച്ചിരിക്കാൻ പറ്റിയത് ഫസ്റ്റ് ഹാഫ്. അതിനുശേഷം അത് ഞാൻ പറയാം, ഭൂലോക ദുരന്തം അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ശേഷം ഷഹവത്ത് വരുന്നുണ്ട്. ഷഹവത്ത് ഫഫയുടെ ക്യാരക്ടർ ഇതേപോലൊരു മൊണ്ണ ക്യാരക്ടർ ഞാൻ ഇതുപോലെ ഒരു എന്നുവെച്ചാൽ ഫസ്റ്റിനകത്ത് അവസാന ഭാഗങ്ങളിൽ ഈ ഫഫ വന്നതിന് ശേഷം ഇതേപോലെ എന്നുവെച്ചാൽ പുഷ്പയ്ക്ക് വരെ പേടി ഉണ്ടാകുന്ന രീതിയിലാണ് നിർത്തിയേക്കുന്നത്. അതായത് കുറച്ച് മുമ്പ് വരെ. അതിനുശേഷം ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കോമാളിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയെ കാണിക്കുന്ന കുറച്ച് പരിചയപ്പെടുത്തുന്ന കുറച്ച് സീൻ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്തോ പുള്ളി കാണിച്ചു വെക്കുന്നത് ഡ്രസ്സ് ഊരുന്ന് മറ്റേ കള്ള ഇതിന് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സീൻ ഇങ്ങോട്ട് കയറ്റിയിട്ട് പുള്ളി എന്തോ നായകനും തമ്മിലുള്ള കോമാളിത്തരം കാണിച്ചു വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് അല്ലുവിൻ്റെ വേറെ പുഷ്പയുടെ കുറച്ച് ഇതുണ്ട്, എന്തോ മാസീനുണ്ട്, മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നതും, അതായത് കൊളത്തി മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതൊക്കെ മാസീനൊക്കെ എടുത്ത് വെച്ചേക്കുക. അതൊക്കെ പുള്ളി സോറി പറയാൻ പോകുന്നൊരു സീനുണ്ട്. ആ സോറി പറയാൻ പോകുന്ന സീനാണെങ്കിൽ നമുക്ക് ആ സീൻ തുടങ്ങുന്നതിന് മുമ്പേ അറിയാം ഇതിങ്ങനെയൊക്കെ വരത്തുള്ളത്, നമുക്ക് കാണുമ്പോഴേ അറിയാം. പക്ഷേ അതൊന്നും എനിക്കൊരു മാസ് അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ആ ഒരു മാസം അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ ഫസ്റ്റിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റിനകത്തൊക്കെ മാസ് നമുക്ക് ഏറ്റിട്ടുണ്ട്. നമുക്ക് ചില സീൻ അത് ഇടയ്ക്ക് ഞാൻ പറയാം. സഹിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ രാഷ്മിക വരുന്നത്. ഈ രാഷ്മിക ഇതിനകത്ത് എന്തിനാണ് കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇതിനകത്ത് ഒരു റോളൊന്നുമില്ല. ഇതിനകത്ത് ചുമ്മാതെ ഇടയ്ക്ക് പുഷ്പ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഫീലിംഗ് ആയി. ഈ പുഷ്പ താഴത്തില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ വെറുതെ ആണോ താഴാത്തെ? ഈ രാഷ്മിക വന്ന് ഫീലിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അത് ചുമ്മാ അല്ല താഴാത്തെ. ഇപ്പം ഈ താഴത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വെളിയിൽ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ അത് എന്താ വൃത്തികേടായി പോകും. അതേപോലെ തന്നെ താഴാത്തേതാ. പിന്നെ ഈ രാഷ്മികയുടെ വീട്ടുകാർക്കാണെങ്കിൽ ഇവളെ അത് കല്യാണം കഴിപ്പിച്ചിട്ടാൽ തന്നെയായിരിക്കും ഇത്രയും ഫീലിംഗ്. കാരണം അത്രയ്ക്ക് ബോറാക്കി വെച്ചിട്ടുണ്ട്, ആ ക്യാരക്ടർ ബോറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും രാഷ്മികയുടെ ആനിമൽ ഞാൻ കണ്ടേ. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സീൻ ബാക്ക് സീൻ വേറെ ഉണ്ട്. എങ്കിലും അതിനകത്ത് പെർഫോമൻസ് ചെയ്യാൻ കുറച്ച് അവസരം രാഷ്മികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പുള്ളി ഇങ്ങനെ ബ്രാൻഡ് എന്ന് പറയുന്നത് പുഷ്പ ഒരു പേരല്ല കേട്ടോ, ബ്രാൻഡ് എന്തോ ഇത് അത് കാണിക്കുമ്പോൾ അവിടെ കൂട്ടച്ചിരിയായിരുന്നു. തിയേറ്ററിൽ മൊത്തം കൂട്ടച്ചിരി. ഇവരുടെ സംസാരത്തിൻ്റെ എന്തോന്ന് അറിയത്തില്ല. എന്തുമായാലും ഞാൻ മലയാളം ഡബ്ബ് തന്നെ കണ്ടത്. മലയാളം ഡബ്ബ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ അല്ലു അർജുൻ്റെ സിനിമ മലയാളം ഡബ്ബ് കണ്ടിട്ടുള്ളത്. സാധാരണ ഇതുപോലെ തെലുങ്ക് വല്ലതും ഡബ്ബ് ചെയ്ത് വരുവാണെങ്കിൽ തമിഴ് കൂടുതലും കാണാറുള്ളത്. അപ്പോൾ ഇത് ഓരോ സീൻ കേട്ടിട്ട് ചിരി വരുക. എന്നുവെച്ചാൽ രാഷ്മികയുടെ പെർഫോമൻസും കൊള്ളത്തില്ല. ചില പെർഫോമൻസ് നമുക്ക് കാണുമ്പോൾ അറിയാം. പെർഫോമൻസ് വെച്ച് നമുക്ക് ശബ്ദം നമുക്ക് അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. ഇത് പെർഫോമൻസ് ഓവർ എല്ലാം കൊണ്ട് ഓവറായിട്ട് വന്നത്. അവർക്ക് ഇനി നാഷണൽ അവാർഡ് വേണ്ട. അവിടെ ഫസ്റ്റ് ഹാഫ് തീരുന്നതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് തീർന്നിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് പോകണ്ടേ. സെക്കൻഡ് ഹാഫിൽ വെച്ചാൽ തോന്നുന്നു നല്ലൊരു ഫൈറ്റ് സീൻ. സെക്കൻഡ് ഹാഫിലാണ് അടുത്ത നാരിയുടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റിനകത്തൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കൊള്ളാം. എന്നുവെച്ചാൽ ഫൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ല, ഫൈറ്റിന് മുമ്പ് ഒരു ഡാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ലോണം പുള്ളിക്കാരൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാളിയുടെ ആ ഒരു രീതി വെച്ച് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് അത് ഇതിനകത്ത് പുഷ്പയുടെ ലുക്കൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അതായത് ഒരു അലവലാത്തി താടിയും അതിനൊരു ഇതുണ്ടല്ലോ, ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പുള്ളിക്ക് ചേരുന്ന തന്നെ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒരു ഡ്രസ്സ് സ്റ്റൈലും ഒക്കെ എനിക്ക് ചേരുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് അങ്ങോട്ട് തൊട്ട് പടം വേറെ ഏതൊക്കെയോ ലെവലിലോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ കുറച്ച് സീനുണ്ടല്ലോ. അതായത് പാഞ്ചാലി വസ്ത്രക്ഷേമം എന്ന് പറയുന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സീൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് സൂചിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഇയാൾ ഇങ്ങനെ അഴിക്കുന്ന ഒരു സമയമാകുമ്പം ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കേണ്ട കാര്യമുള്ളായിരുന്നു, അത് അഴിയത്തില്ല. അപ്പോൾ അതുപോലെ പിന്നെ ഇവർ വസ്ത്രം അഴിക്കാൻ നേരത്ത് ഇതേപോലെ ഇയാൾ വന്ന് ചാടി ഒരു ഫൈറ്റ് ഉണ്ട്. ചാടി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റൊക്കെ വിട്ടിട്ട് കാലം കുറേയായി. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കുരുവി വേട്ടക്കാരനൊക്കെ ഇറങ്ങിയ സമയം ഓർമ്മയുണ്ടല്ലോ, 2009-8 ആ സമയത്തൊക്കെ ഇതേപോലത്തെ റോപ്പ് വെച്ച് കെട്ടി പറപ്പിക്കുന്ന ഫൈറ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് കാലം കുറയായി. ഇപ്പോഴും അതേ പിടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആ കൊറിയോഗ്രാഫറൊന്നും ആക്ഷൻ അതെനിക്കൊന്നും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്യാവശ്യം കുറച്ചെങ്കിലും സഹിച്ചത് അവിടെ ആ ഒരു രീതിയിലുള്ളൂ. ബാക്കിയൊന്നും എനിക്കങ്ങോട്ട്. പിന്നെ അവസാനം ഒരു ഫൈറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു വരാം. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ വെല്ലുവിളിച്ച് അങ്ങോട്ട് ഇറങ്ങുക. പക്ഷേ ഈ ഫഫയുടെ ക്യാരക്ടറിനെ നമ്മുടെ അയ്യപ്പനും കോശമുണ്ടല്ലോ, അതായത് രണ്ടുപേരും കൂടെ കട്ടയ്ക്ക് നിന്നങ്ങോട്ട് മത്സരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതേപോലെ ആക്കി എന്ത് രസം ഉണ്ടായിരുന്നു ഈ പടം. ഇത് പക്ഷേ ഫഫയെ കൊണ്ടുവന്നൊരു കോമാളി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾ ഇടയ്ക്ക് ഇതുപോലെ റൺ വയ്ക്കാത്തതിൻ്റെ വിട്ട്
ഇതുപോലെ കറക്റ്റ് പ്രോപ്പർ ടൈമും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെന്നൈയിലോട്ട് ഇതുപോലെ കടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. കടത്തിയിട്ട് പിന്നെ അത് കടത്തുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ തോട് ഞാൻ ഇതുപോലെ വെള്ളം മാറ്റി ഇട്ട് കാണിക്കാം. അതേപോലെ അതിനകത്തൂടെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാതെ മാസ് കാണിക്കാൻ നോക്കുന്നു. കഴിഞ്ഞ് ഫഫയെ പിന്നെ കാണാനില്ല. ഒരു കാര്യം കൂടെ പറയണ്ടേ, ഇതുപോലെ ചന്ദനം പിടിക്കുവേ, ഫഫ പിടിക്കുന്നുണ്ട്. ഈ കിഴങ്ങനെ എങ്ങനെയാ സിവിൽ സർവീസ് പാസ്സായെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതായത് ഒരു സ്മെല്ല് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു തടിയുടെ കളർ കണ്ടുപിടിക്കാം. കളറല്ല, ഏത് തടിയെന്ന് മനസ്സിലായി. ഇതൊരു ഒരു കിഴങ്ങൻ, ഇവൻ സിവിൽ സർവീസ് എങ്ങനെ പാസ്സായെന്നാണ് എനിക്ക് സംശയം. കാരണം ഒരു ചന്ദനത്തിൻ്റെ തടി ഇയാൾക്ക് കണ്ടുപിടിക്കാൻ വയ്യ. ഇതേപോലെ അവിടെ വന്ന് ഓരോരുത്തരുടെ സംശയം ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ട്വിസ്റ്റൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. കറക്റ്റ് അത് തന്നെ. പക്ഷേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ട്വിസ്റ്റൊക്കെ എന്തൊക്കെയാണെന്ന്, ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ പടത്തിൻ്റെയൊക്കെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സീനുകളുണ്ട്. അതായത് KGF-നകത്ത് പുള്ളി ഒരു പാട്ടുണ്ടല്ലോ, പുഷ്പ 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 പുഷ്പ. ഈ ദേവശ്രീ പ്രസാദിൻ്റെ ഈ പുലി കണ്ടായിരുന്നല്ലോ, പുലിയുടെ മ്യൂസിക് ഡയറക്ടറും ദേവശ്രീ പ്രസാദ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് പുള്ളി ആ പുലിയുടെ പ്രൊമോക്കകത്തുണ്ടല്ലോ, പുലി അതിൻ്റെ ഒരു ബിറ്റ് അതേപോലെ എടുത്ത് പുഷ്പയ്ക്കകത്ത് കെട്ടിയിട്ടുണ്ട്, പുഷ്പ പുഷ്പ. പക്ഷേ അതിൻ്റെ കുറച്ച് സീനുകൾ തുടക്കം കുറച്ച് കാണിക്കുന്ന കുറച്ച് മാസമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു സീനാണ് നമ്മുടെ ഈ തോളത്ത് അറിയാതെ തീ പിടിക്കുമ്പം പുള്ളി സിഗരറ്റ് കത്തിക്കുന്ന ഒരു സീനുണ്ട്. അതായത് KGF-നകത്ത് കത്തിക്കുന്നത്. അതിൻ്റെ കൂട്ടൊരു മാസ് കാണിക്കാൻ നോക്കിയതാ. ഇപ്പം അതിൻ്റെ ഒരു ഡെമോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. അത് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലോട്ട് തോന്നി. ഇതിനകത്ത് ആകെ എനിക്ക് മാസമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ ഒരാളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പുള്ളി വന്ന് വിവരം അറിയി കഴിയുമ്പം ഒരു ഇതെടുത്തുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. അതായത് കഥവ് അടച്ചിട്ട് വരുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതായത് ആ ജീപ്പിനകത്ത് വരുന്നൊരു സീനുണ്ട്. അത് മാത്രമേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുള്ളൂ. എന്നുവെച്ചാൽ ഒരു മാസ് എന്ന രീതിയിൽ. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നണം, ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നണം. അല്ലാതെ ഒരു എഴുതി ചേർക്കുന്നതും, അതായത് നമുക്ക് ഒരു സീനിനകത്ത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം വെളിയിലോട്ട് പോകുമ്പം ഇപ്പം കുറേ എണ്ണം നമ്മളെ ചൊറിഞ്ഞ് നിൽക്കുക. അപ്പം നമുക്ക് തിയേറ്ററിലിരുന്ന് കാണുന്നവർക്ക് ഒരെണ്ണം കൊടുക്കുന്ന തോന്നിക്കും. ഇത് തന്നെ എത്ര പടത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ആ ഒരു തോക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സീൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഫസ്റ്റിനകത്തെ ഒരു പുഷ്പയുണ്ടല്ലോ, അതേപോലെയൊക്കെ തോന്നി. ബാക്കിയുള്ളതിനകത്തെല്ലാം ഈ വളവൊക്കെ ഇച്ചിരി കഷത്ത് ഇഷ്ടിക വെച്ചിട്ട് നടക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒത്തിരി വളഞ്ഞു പോയി ഈ വളവൊക്കെ. പിന്നെ പോയി എന്നുവെച്ചാൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് വധവാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നിട്ട് അതുപോലെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സ്ത്രീ വേഷം കെട്ടി. അതായത് ഇതേപോലെ അർദ്ധനാരിയുടെ വേഷം കെട്ടി പോകുന്നുണ്ട്. അർദ്ധനാരിയുടെ വേഷം കെട്ടി പുള്ളിയുടെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടിട്ട് അടിക്കുക. കിടന്ന് ചവിട്ടി പുള്ളി അടിക്കുക. അപ്പോഴാണ് നമുക്ക് അടി കൊള്ളാൻ വേണ്ടി അടി കൊള്ളുമ്പം അടുത്തുള്ളവരോ തിരിച്ചടിക്കാൻ വേണ്ടി ഓരോന്ന് തോന്നിക്കണമല്ലോ. അതിന് വേണ്ടി പിന്നെ വസ്ത്രക്ഷയം അത് അഴിച്ചു മാറ്റുക. അങ്ങനെ അഴിച്ചു മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ചാടി എഴുന്നേറ്റ് കടിച്ചു പറിക്കുക. എല്ലാത്തിനെയും അത് കടിച്ചു പറിക്കുന്ന കാന്താര ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ട് കാന്താരയ്ക്കകത്ത് അവസാനം ഒരു സീനുണ്ടല്ലോ, മറ്റേ പുള്ളി ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതായിട്ട് മാറിയിട്ട് പുള്ളി അവിടെ കിടന്ന് കാണിക്കുന്നത്. അതേപോലെ സുഖു ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതേപോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ ഭദ്രകാളി കൂടിയെന്നായിരിക്കാം ഉദ്ദേശിച്ചേക്കുന്നത്. അത് കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് കാന്താരയ്ക്കകത്തിൻ്റെ കൂട്ട് അങ്ങനെ അവിടെ കിടന്ന് അത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ ആകാശത്തിലെ പറവയ്ക്കകത്ത് കലോഫം മണിച്ചേട്ടൻ ഇതുപോലെ ഇളകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഇളകുന്നതിൻ്റെ കൂട്ട് ഉണ്ടായിരുന്നു ആ ഒരു സീനൊക്കെ. എന്തൊക്കെയാണ് അവിടെ കിടന്ന് നാഷണൽ അവാർഡിന് വേണ്ടി ഓവർ ആക്ടിങ് കാണിക്കുക. അതിനൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കും. ഫസ്റ്റിന് കൊടുത്തെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓവർ ആക്ടിങ്ങിന് നാഷണൽ അവാർഡ് കൊടുക്കണം. ഫസ്റ്റേ ചുമ്മാതെ എടുത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഭൂലോക വെറുപ്പീരി ഒരു പാസം കൂടി വന്നിട്ട് പടം അവസാനിക്കുന്നുണ്ട്. ഒരു ഭൂലോക പാസം. എന്തിനാണ് ഈ പാസമൊക്കെ കയറ്റി വെച്ചേക്കുന്നത്? അതായത് കണ്ട് എല്ലാ പടത്തിലും വെറുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാസം കയറ്റിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തും ആ ഒരു പാസം കയറ്റി വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീലീലയുടെ ഡാൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. അതായത് ഒരു ഡാൻസ് ഉണ്ട്, കിസ് 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 കിസ്. അത് പറഞ്ഞാൽ അച്ഛൻ വന്നു എഡ്രാ, അമ്മ വന്നു എഡ്രാ, നാട്ടുകാർ വന്നു എഡ്രാ. ഇത് എന്തോ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പാട്ടിന് തിയേറ്ററിലുണ്ടാക്കിയ കൂവലും ചിരിയും എന്തൊക്കെയാണെന്ന് ഞാനൊക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു ഒരു പാട്ട് പോയി കേട്ടിട്ട്. ചില സ്റ്റെപ്പുകളൊക്കെ കൊള്ളായിരുന്നു. ശ്രീലീലയുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണ്ട, നല്ലോണം കളിക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷേ ഇതിനകത്ത് ഉണ്ട് ചില നല്ല സ്റ്റെപ്പുകളുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ പടം ടോട്ടലി എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്കങ്ങോട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫേ ഇഷ്ടപ്പെട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ വെറുതെ നമുക്ക് കണ്ടിരിക്കാം ഒരു വട്ടം. ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക്
പുഷ്പ 2 തോന്നിയത്. അല്ലെങ്കിൽ നോർത്തിലൊക്കെ ചിലപ്പം ഇതാവും, ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. നോർത്തിലും തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില KGF നിന്നും കാന്താരയിൽ നിന്നും ഇങ്ങനെയൊക്കെ എന്തോ കൂട്ടി യോജിപ്പിച്ച് കുറച്ച് സീനുകളൊക്കെ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. കാന്താരയുടെ സീൻ ഇപ്പോൾ കാന്താര ഇനി വരുന്നുണ്ട്. ചെറിയ ഒരു ബഡ്ജറ്റ് വന്നിട്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ട് പോയതാണ്. ഇനി അതിൻ്റെ ഡബിൾ ഇരട്ടി വരുന്നുണ്ട്. അത് ഇതിലും നല്ല പ്രൊമോഷനായിരിക്കും കാന്താര വരുന്നത്. ഇനി പുഷ്പ 3യുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ശല്യം തീർന്ന് എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നേക്കുന്നത്. അതായത് രാഷ്മിക ഇനി തേടിനകത്ത് ഇനി കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ ഇനി കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് KGF അല്ല ഈ പുഷ്പ 2 തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ. Pushpa, 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 താഴത്തില്ലടാ.